കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ താൽക്കാലിക വി.സി. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ മടക്കി. അതേസമയം വി.സി. നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ വി.സി. അംഗീകരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, രജിസ്ട്രാർ വി.സി. പോലെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തർക്കമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. നിലവിൽ 2 രജിസ്ട്രാർമാരാണുള്ളത്. അതിൽ കെ.എസ്. അനിൽകുമാർ ഒപ്പിട്ട് നൽകിയ ഫയലുകൾ വി.സി. മടക്കി അയച്ചു. കഴിഞ്ഞ ദിവസം തന്നെ വൈസ് ചാൻസലർ ഒരു കാര്യം പറഞ്ഞിരുന്നു. യാതൊരു കാരണവശാലും കെ.എസ്. അനിൽകുമാറിന് ഫയലുകൾ നൽകരുത്, ജോയിൻറ്റ് രജിസ്ട്രാർമാർ നേരിട്ട് ഫയലുകൾ വൈസ് ചാൻസലർക്ക് നൽകണം എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ചില ജോയിൻറ്റ് രജിസ്ട്രാർമാർ രജിസ്ട്രാറായ കെ.എസ്. അനിൽകുമാറിന് ഫയലുകൾ നൽകി. ആ ഫയലുകൾ ഒപ്പിട്ട് അദ്ദേഹം മുകളിലേക്ക് അയച്ചപ്പോഴാണ് വി.സി. ആ ഫയലുകൾ മടക്കി അയച്ചത്. അതേസമയം മിനി കാപ്പൻ 25 ഫയലുകളാണ് ഒപ്പിട്ട് നൽകിയത്. ആ 25 ഫയലുകളും വൈസ് ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധികാര തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ന് രാവിലെയും രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചതിന് മറുപടിയായി നൽകിയത് നിലവിൽ ഒരു വിശേഷങ്ങളൊന്നുമില്ല, പുതുതായി ഒന്നും പറയാനുമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അതായത് ഫയലുകൾ മടക്കി അയച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയത്. നിലവിൽ അദ്ദേഹം ഓഫീസിൽ തന്നെ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമുണ്ട്. അത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ആണ് ഇപ്പോൾ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അതേസമയം ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ തടയും എന്ന നിലപാടാണ് എസ്.എഫ്.ഐയും ഡിവൈഎഫ്ഐയും സ്വീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവരും ഒരു ഭാഗത്തായി തമ്പടിച്ചിട്ടുണ്ട്. നിലവിൽ അധികാര തർക്കവും ഒപ്പം ഭരണസ്തംഭനവും കേരള സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇന്ന് ബി.ജെ.പി. അംഗങ്ങൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അവർ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ബി.ജെ.പി. അംഗങ്ങൾ 2 പേരാണുള്ളത്. ഈ 2 പേരും ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഭരണസ്തംഭനം തുടരുന്നു, സാധാരണഗതിയിലേക്ക് ഭരണം കൊണ്ടുവരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ സർവകലാശാലയിലെ ഫയലുകൾ പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഫയലുകൾ മാറ്റിമറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കേരള സർവകലാശാലയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കേന്ദ്രസേനയെ അയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ 2 ബി.ജെ.പി. അംഗങ്ങളും ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഹൈക്കോടതി കൂടി ഇതിലേക്ക് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണസ്തംഭനം തുടരുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 2 രജിസ്ട്രാർമാർ, ഒരു രജിസ്ട്രാർ ഒപ്പിടുന്ന ഫയലുകൾ വി.സി. അംഗീകരിക്കുന്നില്ല, മറ്റൊരു രജിസ്ട്രാർ അതായത് വി.സി. ചുമതല നൽകിയ മിനി കാപ്പൻ ഒപ്പിടുന്ന ഫയലുകൾ വി.സി. അംഗീകരിക്കുന്നു. അങ്ങനെ 2 തരത്തിലുള്ള ഒരു ഭരണ സംവിധാനങ്ങളിലേക്ക് കേരള സർവകലാശാല നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. നിലവിൽ ഇപ്പോൾ മാർക്ക് നിർണ്ണയം, അതായത് പുനർനിർണ്ണയ സമയമാണ്. അതിൻ്റെ ടാബുലേഷനും റീടാബുലേഷനും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഉന്നത പഠനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിൽ ദോഷമുണ്ടാക്കും, ഉന്നത പഠനത്തിലുള്ള കാര്യങ്ങളിൽ ദോഷമുണ്ടാക്കും. ഒപ്പം വിദേശ സർവകലാശാലയിൽ നിന്നുള്ള കുട്ടികൾ കേരള സർവകലാശാലയിലേക്ക് പഠിക്കാൻ വരുന്ന സമയമാണ്, അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയമാണ്. ആ സമയത്ത് ഫയലുകൾ നീക്കുന്നതും കഴിയാതെ വരും. അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ട് സർവകലാശാലയ്ക്ക് ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭരണസ്തംഭനം ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.